ഇന്ത്യൻ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത രണ്ട് പേരുകളാണ് കമൽഹാസനും മണിരത്നവും. ഇരുവരും ആദ്യമായി ഒരുമിച്ചപ്പോൾ പിറന്നത് തമിഴിലെ ക്ലാസിക് സിനിമയെന്ന് വാഴ്ത്തപ്പെടുന്ന നായകനാണ്. അതുകൊണ്ടുകൂടി വർഷങ്ങൾക്ക് ശേഷം ഉലകനായകനും മണിരത്നവും ഒരുമിക്കുന്ന ഒരു സിനിമ വരുന്നുവെന്ന പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ പ്രേക്ഷകരും പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. തഗ് ലൈഫ് തിയേറ്ററുകളിൽ ഇന്നാണ് റിലീസ് ചെയ്തത്. മണിരത്നം സംവിധാനം ചെയ്ത സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത് മണിരത്നവും കമൽഹാസനും ചേർന്നാണ്. സിംബു, തൃഷ, അഭിരാമി, ഐശ്വര്യ, ജോജു ജോർജ് തുടങ്ങിയവരാണ് കമൽഹാസന് പുറമെ സിനിമയിൽ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്തത്. 40 വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ കമൽഹാസനൊപ്പം സിംബു അഭിനയിച്ച ആദ്യത്തെ സിനിമയുമാണ് തഗ് ലൈഫ്. ചിക്ക ചിവന്തവാനമായിരുന്നു ഇതിനു മുമ്പ് സിംബു അഭിനയിച്ച മണിരത്നം സിനിമ. കമൽഹാസൻ, ആർ മഹേന്ദ്രൻ, മണിരത്നം, ശിവ ആനന്ദ്, ഉദയനിധി സ്റ്റാലിൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച സിനിമയ്ക്ക് സംഗീതമൊരുക്കിയിരിക്കുന്നത് AR റഹ്മാനാണ്. ഗ്യാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിൽപ്പെടുന്ന സിനിമയുടെ പ്രൊമോഷനായി കമൽഹാസൻ കേരളത്തിലും എത്തിയിരുന്നു. എന്നാൽ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. പ്രഡിക്റ്റബിളായ കഥയും ക്ലൈമാക്സും സ്ഥിരം ക്ലീഷേ ഗ്യാങ്സ്റ്റർ ഫൈറ്റുമാണ് തഗ് ലൈഫ് എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ. സിനിമയുടെ ട്രെയിലറിൽ പോലും പുതുമ തോന്നാതിരുന്നതുകൊണ്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ വലിയ തള്ളിക്കയറ്റവും റിലീസ് ഡേയിൽ ഉണ്ടായിരുന്നില്ല. പൊതുവെ സിനിമ റിലീസായാൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുക അതിൻ്റെ ഭാഗമായ താരങ്ങളും അണിയറ പ്രവർത്തകരുമാകും. എന്നാൽ തഗ് ലൈഫിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. തഗ് ലൈഫ് ശരാശരി അനുഭവം മാത്രം നൽകുന്ന സിനിമയാണെന്ന് പ്രതികരണങ്ങൾ വന്നതോടെ പ്രശംസ ലഭിക്കുന്നതേറെയും ദുൽഖർ സൽമാനും രവി മോഹനുമാണ്. കാരണം തഗ് ലൈഫിലേക്ക് കമൽഹാസനൊപ്പം ആദ്യം കാസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് താരങ്ങൾ ഇവരായിരുന്നു. 2023 ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചപ്പോൾ നടന്മാരായ ദുൽഖർ സൽമാനും രവി മോഹനും, തൃഷയും, ജോജു ജോർജും ഭാഗമാകുന്ന മണിരത്നം സിനിമ വരുന്നുവെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പിന്നീട് 2024 മാർച്ച് ആയപ്പോൾ ദുൽഖറും രവി മോഹനും സിനിമയിൽ നിന്നും പിന്മാറിയതായി റിപ്പോർട്ടുകൾ വന്നു. തിരക്കേറിയ ഷെഡ്യൂളുകൾ കാരണമാണ് പിന്മാറിയതെന്നായിരുന്നു അന്ന് ഇരുവരുടെയും പിന്മാറ്റത്തിനുള്ള കാരണമായി പ്രചരിച്ചിരുന്നത്. എന്നാൽ സിനിമാ ജീവിതത്തിൽ ദുൽഖറും രവി മോഹനും എടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് തഗ് ലൈഫിൽ നിന്ന് പിന്മാറി എന്നതെന്നാണ് ഇരുവരെയും പ്രശംസിച്ചു വരുന്ന കമന്റുകൾ. ദുൽഖർ ജസ്റ്റ് എസ്കേപ്ഡ്, അല്ലെങ്കിൽ ആണ്ടവനൊപ്പം ഇപ്പോൾ ഏറൽ കയറേണ്ടി വന്നനെ. ദുൽഖർ ഈ അടുത്ത് ആകെ ചെയ്ത അബദ്ധം കിങ് ഓഫ് കൊത്ത മാത്രമാണ്. ഇന്ത്യൻ താത്തയെയും തഗ് ലൈഫും ഒഴിവാക്കിയതിന് നൂറ്റാണ്ടിലെ മികച്ച തീരുമാനം എന്നിങ്ങനെയാണ് കമന്റുകൾ. തഗ് ലൈഫിൽ നിന്നും പിന്മാറിയ ശേഷം ദുൽഖർ ചെയ്ത സിനിമ ലക്കി ഭാസ്കർ ആണെന്നും റിപ്പോർട്ടുകളുണ്ട്. സിംബു ചെയ്ത റോളിലേക്കാണ് ദുൽഖറിനെ കാസ്റ്റ് ചെയ്തത് എന്നാണ് വിവരം. അതേസമയം രവി മോഹന് ഏത് കഥാപാത്രം ആയിരുന്നു നിശ്ചയിച്ചിരുന്നതെന്ന് വ്യക്തമല്ല. മുന്നേ മണിരത്നത്തിന്റെ OK കൺമണിയിൽ നായകവേഷം ചെയ്തിട്ടുണ്ട് ദുൽഖർ സൽമാൻ. ലക്കി ഭാസ്കറാണ് അവസാനം റിലീസിനെത്തിയ ദുൽഖർ സിനിമ.